എന്റെ എല്ലാ മിത്രങ്ങൾക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന നല്ലൊരു കഥയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. രാജി, അതായിരുന്നു അവളുടെ പേര്. KS പുരം LP സ്കൂളിലെ ടീച്ചറായിരുന്നു അവൾ. അവൾക്ക് 32 വയസ്സ് കാണും. അവളുടെ ഹസ്ബൻഡ് ബാബുക്കുട്ടൻ ടൗണിൽ മെഡിക്കൽ സ്റ്റോർ നടത്തുന്നു. ടീച്ചർക്കൊരു മോനുണ്ട്, നന്ദു. അങ്ങനെ ഇരിക്കെയാണ് നല്ല ഒരു കോരിച്ചൊരിയുന്ന മഴയുള്ള ഒരു രാത്രി മെഡിക്കൽ സ്റ്റോറും അടച്ചു ബൈക്കിൽ വീട്ടിലേക്ക് വന്ന ബാബുക്കുട്ടനെ ഒരു ടിപ്പർ ലോറി തട്ടിയിട്ടു. എന്നിട്ട് ടിപ്പർ ലോറി നിർത്താതെ പോയി. മഴയായതുകൊണ്ട് റോഡിൽ ആരുമില്ലായിരുന്നു. റോഡിൽ വീണ ബാബുക്കുട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആരും എത്തിയില്ല. അങ്ങനെ അവിടെ കിടന്ന് രക്തം വാർന്ന് ആള് മരണത്തിന് കീഴടങ്ങി. ടീച്ചർ അങ്ങനെ അനാഥയായി. കുറച്ചു കാലം വേണ്ടി വന്നു ടീച്ചർക്ക് ആ ഷോക്കിൽ നിന്ന് പുറത്തു വരാനായി. പിന്നെ ടീച്ചർ മോനു വേണ്ടി ജീവിക്കാൻ തുടങ്ങി. അവൾ സ്കൂളിലും വീട്ടിലുമായി ഒതുങ്ങിക്കൂടി ജീവിച്ചു. ടീച്ചർക്ക് വലിയ പ്രായമൊന്നും ഇല്ലാത്തത് കൊണ്ട് രാജി ടീച്ചറുടെ വീട്ടുകാർ വീണ്ടും ഒരു വിവാഹത്തിന് നിർബന്ധിച്ചു. പക്ഷേ ടീച്ചർ വഴങ്ങിയില്ല. തന്റെ മകനു വേണ്ടി ജീവിക്കുകയാണെന്നും പറഞ്ഞ് ടീച്ചർ ഭർത്താവിന്റെ വീട്ടിൽ പോയി നിന്നു. ഇടയ്ക്കിടയ്ക്ക് അമ്മായിയപ്പനും അമ്മായിയമ്മയും നാത്തൂന്മാരും എല്ലാം അവളെ വേറൊരു വിവാഹത്തിനു വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ടീച്ചർ ആർക്കും പിടികൊടുത്തില്ല. മോളെ, നീ ചെറുപ്പമാണ്, നിനക്ക് വലിയ പ്രായമൊന്നും ആയില്ല, ജീവിതം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്, അതുകൊണ്ട് നിനക്കും ഒരു ആൺതുണ വേണ്ടേ എന്നെല്ലാവരും ടീച്ചറോട് ചോദിക്കാറുണ്ട്. നീ ഇങ്ങനെ ഒരു തുണയില്ലാതെ എത്ര നാൾ കഴിയും? നിന്റെ മകൻ, അവൻ വളർന്നു വലുതായി അവനങ്ങൊരു വഴിക്ക് പോകും. അപ്പോൾ നീ ഒറ്റയാവും. മോളൊന്ന് ചിന്തിച്ചു നോക്ക്, അച്ഛനും അമ്മയും എപ്പോഴും അവളോട് പറയും. എന്തൊക്കെ പറഞ്ഞിട്ടും അവളുടെ തീരുമാനം ഉറച്ചതായിരുന്നു. നിനക്ക് എപ്പോഴെങ്കിലും നിന്റെ മനസ്സു മാറിയാൽ നീ ഞങ്ങളോട് പറയണം, ടീച്ചറിന്റെ അച്ഛൻ എപ്പോഴും അവളോട് പറയും. അതിനുശേഷം ടീച്ചർ കുറച്ചുകൂടി ആക്റ്റീവാകാൻ തുടങ്ങി. പിന്നീട് ആരും അവളെ കല്യാണക്കാര്യം പറഞ്ഞ് സമീപിച്ചിട്ടില്ല. ടീച്ചർക്ക് പിന്നീട് അവരുടെ മകനായി ടീച്ചറുടെ ലോകം. മകൻ നന്ദു. ഇപ്പോൾ അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ടീച്ചർ സ്കൂൾ വിട്ടു വരുന്ന സമയം നടന്നാണ് ടീച്ചർ സ്കൂളിൽ പോകുന്നതും വരുന്നതും. ടീച്ചറിന്റെ വീടിന്റെ തൊട്ട് കിഴക്കെ താമസിക്കുന്ന പ്രദീപ് കാറിൽ എവിടെയോ പോയിട്ട് വരുന്നു. ടീച്ചറെ കണ്ടപ്പോൾ കാറ് നിർത്തി. കയറിക്കോ ടീച്ചറെ എന്ന് പറഞ്ഞു. നല്ല മഴക്കോളുള്ളതിനാൽ ടീച്ചർ കാറിലേക്ക് കയറി. പ്രദീപിന്റെ സ്വന്തം ടാക്സിയാണ്. പ്രദീപിന് ഡ്രൈവർ പണി കൂടാതെ ഒരു പാർട്ടി പ്രവർത്തകൻ കൂടിയാണ് പ്രദീപ്. ആ പ്രദേശത്ത് എന്തു പരിപാടിക്ക് മുന്നിലും പ്രദീപ് ഉണ്ടാകും. നല്ല വെളുത്ത് കട്ട ശരീരവും നല്ല നീളൻ മുടിയും നല്ല കട്ട മീശയും. ആളെ കണ്ടു കഴിഞ്ഞാൽ ഒരു ജിംനാസ്റ്റിക് ആണെന്നേ തോന്നുകയുള്ളൂ. ടീച്ചറിന്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ പ്രദീപ് രാവിലെ എക്സർസൈസ് ഒക്കെ ചെയ്യുന്നത് ടീച്ചർ കാണാറുണ്ട്. അങ്ങനെ കാർ മുന്നോട്ട് പോയി. ടീച്ചർ ഇലക്ഷൻ വർക്കിന്റെ കാര്യങ്ങളൊക്കെ പ്രദീപിനോട് തിരക്കി. ഇപ്രാവശ്യം നമ്മുടെ വാർഡ് വനിതാ വാർഡാണ് ടീച്ചറെ, ഇല്ലെങ്കിൽ ഞാനൊരു കൈ നോക്കിയെന്നെ, പ്രദീപ് പറഞ്ഞു. ആരാ വനിതാ സ്ഥാനാർത്ഥി? ടീച്ചർ ചോദിച്ചു. ഓ, ഇതുവരെ ആരെയും സെലക്ട് ചെയ്തില്ല, അതെല്ലാം പാർട്ടിയുടെ ഓരോ തീരുമാനങ്ങളല്ലേ. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് കാർ ടീച്ചറിന്റെ വീട്ടിലെത്തി. മഴ നന്നായി തകർത്തു പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ പോർച്ചിലേക്ക് കയറ്റി കാർ നിർത്തി. ടീച്ചർ ഡോർ തുറന്നിറങ്ങാൻ നേരം പ്രദീപ് ടീച്ചറോട് ചോദിച്ചു, ടീച്ചറെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ടീച്ചർ ചോദിച്ചു. ടീച്ചർക്ക് പഞ്ചായത്ത് ഇലക്ഷനിൽ ഒന്ന് മത്സരിച്ചുകൂടായോ? അയ്യോ എന്റെ പൊന്നെ, എന്നെ വിട്ടേരെ, നമുക്ക് ഈ രാഷ്ട്രീയമൊന്നും പറ്റില്ല. ടീച്ചറിന്റെ ഭർത്താവിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അമ്മായിയപ്പൻ അത്യാവശ്യം പൊതുപ്രവർത്തനമൊക്കെ ഉള്ള ആളായിരുന്നു. അവർ രാത്രിയിൽ അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വാർഡിലെ വനിതാ സീറ്റിന്റെ കാര്യം അമ്മായിയപ്പൻ എടുത്തിട്ടു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ആ, കിഴക്കലെ പ്രദീപ് പറയുന്നത് കേട്ടായിരുന്നു. പക്ഷെ ടീച്ചറോട് ഇലക്ഷനിൽ നിൽക്കാവോ എന്ന് ചോദിച്ച കാര്യം ടീച്ചർ പറഞ്ഞില്ല. ഒരാഴ്ച കഴിഞ്ഞ് ടീച്ചർ സ്കൂൾ വിട്ട് വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ കുറെ ബൈക്കുകളും 1-2 കാറുകളും കിടക്കുന്നത് കണ്ടു. ടീച്ചറെ കണ്ടപ്പോൾ ഫോൺ ചെയ്തുകൊണ്ടിരുന്ന പ്രദീപ് ടീച്ചറുടെ അടുത്തേക്ക് വന്നു. എന്താ സംഭവമെന്ന് ടീച്ചർ ചോദിച്ചു. അകത്തെല്ലാവരും ഉണ്ട്, ടീച്ചർ അകത്തോട്ട് ചെല്ല്, അവർ പറഞ്ഞുതരും. ടീച്ചർ ഒന്നും മനസ്സിലാക്കാതെ അകത്തേക്ക് ചെന്നപ്പോൾ അമ്മായിയപ്പനും പിന്നെ ടീച്ചർ അറിയാത്ത കുറെ ആൾക്കാരും. ടീച്ചറെ കണ്ടുകൊണ്ട് അമ്മായിയപ്പൻ പറഞ്ഞു, ഇതാണ് എന്റെ മരുമകൾ രാജി. അവൾ എല്ലാവരെയും നേരെ നോക്കി ഒന്ന് കൈകൂപ്പി. എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയി. അമ്മായിയമ്മ അവളോട് കാര്യങ്ങൾ പറഞ്ഞു.
പഞ്ചായത്ത് ഇലക്ഷനിൽ നിൽക്കാൻ നിനക്ക് താല്പര്യമുണ്ടോന്ന് ചോദിക്കാനാ അവർ വന്നതത്രേ. അവൾ അന്താളിച്ചു പോയി. അപ്പോഴാണ് അമ്മായിയപ്പൻ രാജിയെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്. എന്നിട്ട് ടീച്ചറോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇവർ പറയുന്നത് ഇവർക്ക് നല്ലൊരു സ്ഥാനാർത്ഥിയെ വേണമെന്നാണ്. അത്യാവശ്യം കാര്യവിവരമുള്ള ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ നിർത്താനാണ് ഇവരുടെ പരിപാടി. അതിനായിട്ട് അവരുടെ മനസ്സിൽ കണ്ടത് മോളെയാണ്. മോളെന്ത് പറയുന്നു? ടീച്ചർ എല്ലാവരെയും നോക്കിയൊന്ന് ചിരിച്ചു. അച്ഛനും അമ്മയ്ക്കും ഒക്കെ സമ്മതമാണെങ്കിൽ എനിക്കും കുഴപ്പമൊന്നുമില്ല, അവൾ പറഞ്ഞു. പിന്നെ വീട്ടിലെ അച്ഛനോടും ഒന്ന് വിളിച്ചു ചോദിക്കണം. പിന്നെ അത് ചോദിക്കണം, അമ്മായിയമ്മയാണ് അത് പറഞ്ഞത്. എല്ലാവരും കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു പോയി. അവൾ തുണി നനയ്ക്കാനായിട്ട് വീടിന്റെ പുറകിലേക്ക് ചെന്നപ്പോൾ പ്രദീപ് അവിടെ നിൽക്കുന്നത് കണ്ടു. അവൾ അവനെ ഒരു കല്ലെടുത്തെറിഞ്ഞു. കല്ല് ദേഹത്ത് വന്ന് വീണപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി. അവളെ കണ്ടു. അല്ല, ആരാ ഇത്? ഭാവി മെമ്പറോ? പ്രദീപ് ടീച്ചറെ കളിയാക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. രാജി പറഞ്ഞു, നീയാണ് ഇതിനെല്ലാം കാരണം. പിന്നെ ജയിക്കാൻ വേണ്ടിയാണെങ്കിൽ പൊന്നു മോനെ വേറെ ആളിനെ നോക്കണേ, ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, ടീച്ചർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ അതേപ്പറ്റി കുറച്ചു സമയം സംസാരിച്ചു. എന്താവശ്യത്തിനും പ്രദീപ് കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അന്ന് രാത്രി അവൾക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. തിരിഞ്ഞും മറിഞ്ഞും അങ്ങനെ കിടന്നു. വെളുപ്പിനെ എപ്പോഴോ ഉറങ്ങി. രാവിലെ രാജി സ്കൂളിൽ ചെന്നപ്പോഴേക്കും കാര്യങ്ങളെല്ലാം അവിടെ എല്ലാവരും അറിഞ്ഞിരുന്നു. അങ്ങനെ ഒരു ദിവസം സ്കൂൾ വിട്ട് രാജി നടന്നു വരുമ്പോൾ നല്ല കാറ്റും മഴയും. കുടയുണ്ടായിട്ടും അവൾ മൊത്തം നനഞ്ഞിരുന്നു. മഴയൊന്ന് തുള്ളി മുറിയാൻ വേണ്ടി കുറച്ചുനേരം ഒരു ബസ് സ്റ്റോപ്പിൽ കയറി നിന്നു. അപ്പോഴാണ് പ്രദീപ് ജോലിയൊക്കെ കഴിഞ്ഞു വരുന്നത് കണ്ടത്. വഴിയിൽ ടീച്ചർ നിൽക്കുന്നത് കണ്ടപ്പോൾ കാർ നിർത്തി ടീച്ചറെയും കയറ്റി. ടീച്ചർ നാളെ പാർട്ടി ഓഫീസിൽ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, ടീച്ചർ വരണമെന്ന് പറഞ്ഞു. കുറച്ചു ദിവസമായി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, ടീച്ചർ പറഞ്ഞു. നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കന്റെ പ്രദീപേ, എന്നെ കൊണ്ട് ഇതിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ടീച്ചറെ, ടീച്ചർ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങളൊക്കെ ടീച്ചറിന്റെ കൂടെ ഇല്ലേ? ടീച്ചർ ധൈര്യമായിട്ടിരിക്കെ, ടീച്ചറെ ഞങ്ങൾ ജയിപ്പിക്കും, അത് പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചു. അവനങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് നല്ല ആത്മവിശ്വാസം തോന്നി. നാളെ പാർട്ടി മീറ്റിംഗിന് വരുമ്പോൾ ടീച്ചർ അവിടെ എന്തെങ്കിലും സംസാരിക്കണം, പ്രദീപ് പറഞ്ഞു. ആര്? ഞാനോ? എനിക്ക് ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല, രാജി അത്ഭുതത്തോടെ പറഞ്ഞു. ഒരു കാര്യം ചെയ്, ടീച്ചറിന്റെ ഫോൺ നമ്പർ ഇങ്ങിതാ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമല്ലോ. പെട്ടെന്ന് അവനിൽ എന്തോ ഒരു മാറ്റം വന്നതുപോലെ രാജിക്ക് തോന്നി. കുറച്ചുനേരം മിണ്ടാതിരുന്നതിന് ശേഷം അവൻ ചോദിച്ചു, ടീച്ചർ മെമ്പറായാൽ എനിക്ക് എന്തോ തരും? നീ എന്ത് ചോദിക്കുന്നോ അത് ഞാൻ തരും, ടീച്ചർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും കാർ വീട്ടിലെത്തിയിരുന്നു. ടീച്ചർ കാറിൽ നിന്നിറങ്ങി. അവനും അവന്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ അന്ന് രാത്രിയിൽ പിറ്റേന്ന് മീറ്റിംഗിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ അവൻ അയച്ചു കൊടുത്തു. അവൾ അത് വായിച്ചു പഠിച്ചു. അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പിറ്റേന്ന് സ്കൂൾ വിട്ട് വീട്ടിലെത്തിയപ്പോൾ അമ്മായിയപ്പൻ പറഞ്ഞു, മോളെ, മീറ്റിംഗിന് പോകാൻ പ്രദീപ് വരും, മോൾ അവന്റെ കൂടെ പോയാൽ മതി. അവൾ മൂളി. അവൾ കുളിച്ച് ഫ്രഷ് ആയപ്പോഴേക്കും പ്രദീപ് വന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പാർട്ടി ഓഫീസിലെത്തി. അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അവൾക്ക് ആകപ്പാട് അതിൽ പ്രദീപിനെ മാത്രം അറിയാം, ബാക്കിയുള്ളവരെയൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ മീറ്റിംഗ് ആരംഭിച്ചു. കാര്യങ്ങളെല്ലാം സംസാരിച്ച് എല്ലാവരുടെയും സമ്മതത്തോടെ ടീച്ചറെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് പോരാൻ നേരം മഴ നല്ല രീതിയിൽ പെയ്യാൻ തുടങ്ങി. കാറിൽ കയറി കാർ കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ പെട്ടെന്ന് കാർ അങ്ങ് നിന്നു. അവൻ കാറിൽ നിന്ന് ഇറങ്ങി നോക്കി. കാർ ചെളിയിൽ പുതഞ്ഞിരിക്കുന്നു. അവനൊന്ന് തള്ളി നോക്കി. ഒറ്റയ്ക്ക് തള്ളിയാലെങ്ങാനും വണ്ടി അനങ്ങുമോ? അവളും കാറിൽ നിന്ന് പുറത്തിറങ്ങി തള്ളാൻ അവനെ സഹായിച്ചു. നോ രക്ഷ. രണ്ടുപേരും നനഞ്ഞത് മാത്രം മിച്ചം. അവൻ കാറിൽ കയറി ഫോൺ എടുത്ത് ആരാണ്ടെയൊക്കെ വിളിച്ചു. പക്ഷെ കോള് കിട്ടുന്നില്ല. ഈ വഴി അങ്ങനെയൊക്കെ വാഹനങ്ങളൊന്നും അധികം പോകാറില്ലാത്തതാ. പെട്ടെന്ന് വീട്ടിൽ ചെല്ലാൻ വേണ്ടിയാ ഈ വഴി തിരഞ്ഞെടുത്തത്, അവൻ പറഞ്ഞു. അതിപ്പോൾ ഇങ്ങനെയായി. അവൻ അവളോട് കാറിൽ കയറി ഇരിക്കാൻ പറഞ്ഞു. അവൾ കാറിൽ കയറി ഇരുന്നു. ഉടുത്തിരുന്ന സാരിയുടെ തലപ്പെടുത്ത് തല തുടയ്ക്കാൻ തുടങ്ങി. ഇടയ്ക്ക് അവനെ ഒന്ന് ഏറുകണ്ണിട്ട് നോക്കിയപ്പോൾ അവൻ ആരെയൊക്കെ വിളിക്കുകയാണ്. അവന്റെ മുടിയിൽ നിന്ന് വെള്ളവിറ്റ് അവന്റെ ചുണ്ടിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. ഷർട്ട് ആ വിരിഞ്ഞ നെഞ്ചിൽ ഒട്ടിക്കിടക്കുന്നു. അവൾക്ക് ആകെ എന്തോ തരിച്ചു കയറുന്നത് പോലെ ഒരു തോന്നൽ. നല്ല തണുപ്പുമുണ്ട്. മഴ തോന്നിട്ട് പോകാമെന്ന് അവൻ പറഞ്ഞു. അവൾ മൂളി. പുറത്താണെങ്കിൽ തോരാതെ പെയ്യുന്ന മഴ. റോഡിലെങ്ങും ഒരു ഈച്ച പോലുമില്ല.
കാറിൽ എന്തിനും പോകുന്ന രണ്ട് യുവമിഥുനങ്ങളും. ബാറ്ററി ചാർജ് തീർന്നിട്ടായിരിക്കണം കാറിലെ ലൈറ്റും ഓഫായി. പേടിക്കണ്ട ടീച്ചറെ, അവൻ പറഞ്ഞു. അവളൊന്നും മിണ്ടാതെ തണുത്തു വിറച്ചിരിക്കുമായിരുന്നു. അവളുടെ താടിയെല്ലുകൾ രണ്ടും കിടുകിടാന്ന് അടിക്കാൻ തുടങ്ങി. പതിയെ അവൻ ടീച്ചറിന്റെ തോളിലൊന്ന് കൈവച്ചു. അവൾ ഞെട്ടി, എങ്കിലും ഒന്നും മിണ്ടിയില്ല. അവളും എന്തോ ആഗ്രഹിച്ചിരുന്നു. പിന്നെ ആ തണുപ്പൊന്നും അവൾ അറിഞ്ഞതേയില്ല. വല്ലാത്തൊരു ചൂടായിരുന്നു പിന്നങ്ങോട്ട്. ആ ചൂട് ശമിച്ചപ്പോൾ വല്ലാത്ത ദാഹം. അവനൊന്നും നോക്കിയില്ല. അവൻ ആ പനിനീർ വെള്ളം മതിവരുവോളം കോരി കുടിച്ചു.